1936 കാലഘട്ടത്തിൽ ലോകം മുഴുവൻ മുഴങ്ങി കിട്ടുന്ന പേരുകളാണ് ഹിറ്റ്ലറും ജർമ്മനിയും നാസികളും എല്ലാം. ആ കാലഘട്ടത്തിലാണ് ഒളിമ്പിക്സ് വരുന്നത് ജർമ്മനിയിൽ വെച്ച്. അപ്പോഴാണ് അമേരിക്കയിൽ നിന്നൊരു കറുത്ത വംശജൻ ഒളിമ്പിക്സിൽ പങ്കെടുക്കാനായിട്ട് അവിടേക്ക് എത്തിച്ചേരുന്നത്. മറ്റാരുമല്ല, ജെസ്സി ഓവൻസ്. ജെസ്സി ഓവൻസ് പങ്കെടുക്കുന്ന മത്സരങ്ങളിൽ വിജയിക്കാൻ തുടങ്ങി. ആദ്യം 100 മീറ്ററിൽ സ്വർണം, 200 മീറ്ററിൽ സ്വർണം, ലോങ് ജമ്പിൽ സ്വർണം, 4x100 മീറ്റർ റിലേയിൽ സ്വർണം, ഇങ്ങനെ നിരനിരയായി സമ്മാനങ്ങൾ വാങ്ങിച്ചു വന്നപ്പോൾ ഓരോ പ്രാവശ്യവും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ജർമ്മൻ ജഡ്ജസ് അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ പകിട്ട് കുറയ്ക്കാൻ കലഹിച്ചുകൊണ്ടിരുന്നു. 100 മീറ്റർ ഓടി ജയിച്ചപ്പോൾ പറഞ്ഞത് കാറ്റിന്റെ ആനുകൂല്യമാണ് ജെസ്സി ഓവൻസിനെ വിജയിപ്പിച്ചതെന്നാണ്. ഒടുവിൽ വിജയശ്രീലാളിതനായിട്ട് 4 പ്രാവശ്യവും 4 ഇനങ്ങളിലും സ്വർണം നേടി ജെസ്സി ഓവൻസ് മുന്നോട്ടേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ഹിറ്റ്ലർ തയ്യാറായില്ല. അദ്ദേഹത്തിന് വേണമെങ്കിൽ കലഹിക്കാമായിരുന്നു, അദ്ദേഹത്തിന് വേണമെങ്കിൽ അതിനെതിരായിട്ട് പ്രതികരിക്കാമായിരുന്നു. പക്ഷെ ജെസ്സി ഓവൻസ് പറഞ്ഞത്, ഞാനിവിടെ വന്നത് ഹിറ്റ്ലർക്ക് കൈ കൊടുക്കാനല്ല, മറിച്ച് എൻ്റെ രാജ്യത്തിലേക്ക് എൻ്റെ കഠിനാധ്വാനത്തിലൂടെ ഞാൻ നേടുന്ന ഈ സ്വർണ്ണ മെഡലുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ്. ഒട്ടും കലഹിക്കാതെ തൻ്റെ കഠിനാധ്വാനത്തിലൂടെ എല്ലാ എതിർപ്പുകൾക്കും മുമ്പിൽ മറുപടി പറഞ്ഞുകൊണ്ട് ജെസ്സി ഓവൻസ് ആ 4 സ്വർണ്ണ മെഡലുകൾ മേടിച്ച് തിരിച്ച് അമേരിക്കയ്ക്ക് പോകുന്ന രംഗം ഓരോ മനുഷ്യൻ്റെയും മനസ്സിൽ എന്നും ഉണ്ടാവേണ്ടതാണ്, പ്രത്യേകിച്ച് സംരംഭകരുടെ.